എഫേസോസിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും വായിക്കുന്നുണ്ട്. നമ്മൾ ഒരു യുദ്ധത്തിലാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടല്ല, നമ്മൾ പൈശാചികമായ ശക്തികളോടാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ യേശു ക്രിസ്തു വിജയിച്ച യുദ്ധമാണ്. യേശു ആ കുരിശിൽ സാത്താനെയും അവൻ്റെ ചെയ്തികളെയും പരാജയപ്പെടുത്തി. നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ, യേശു ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളും ആ യുദ്ധത്തിൽ വിജയിച്ചവരാണ്. നമ്മൾ യേശുവിൻ്റെ വിജയം ആഘോഷിക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കൊരു യുദ്ധമുണ്ടെന്ന് പറയുക? നമുക്കൊരു യുദ്ധമുള്ളത് നമ്മളുടെ ചുറ്റുമുള്ള മറ്റ് മനുഷ്യാത്മാക്കൾ, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടില്ലാത്തവർ, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ, രക്ഷ എന്താണെന്ന് അറിയാത്തവർ, അവര് ഇപ്പോഴും സാത്താൻ്റെ അടിമത്തത്തിലാണ്, ബന്ധനത്തിലാണ്. അവരെ മോചിപ്പിക്കുവാനായിട്ട് അവരോടല്ല, അവരറിയാതെ അവരിൽ പ്രവർത്തിക്കുന്ന ഈ പൈശാചിക ശക്തികൾക്ക് നേരെയുള്ള യുദ്ധമാണ് ഒരു ക്രിസ്ത്യാനിയുടേത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട്, എന്നാൽ മനുഷ്യരോടല്ല. ഈ മനുഷ്യരെ ബന്ധനസ്ഥരാക്കി യേശു നേടിത്തന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ, യേശു നേടിത്തന്ന സൗഖ്യം അനുഭവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ, യേശു നേടിത്തന്ന ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ സാധിക്കാത്ത വണ്ണം മനുഷ്യരാശി ഈ ലോകത്തിൽ വളരെയധികം ദുഃഖങ്ങളും വേദനകളും പീഡനങ്ങളും സഹിക്കുമ്പോൾ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു, യേശുവിൻ്റെ സുവിശേഷത്തിന് മാത്രമേ അവരെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമ 1:16 പറഞ്ഞത്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല, കാരണം അതെനിക്ക് രക്ഷ തരുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ സമരത്തെക്കുറിച്ച് കേട്ടു, ആത്മീയ സമരത്തെക്കുറിച്ച് കേട്ടു. ആത്മീയ സമരായുധങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മറ്റൊരു സമരായുധമാണ്. നമുക്ക് എഫേസോസിൻ്റെ 6-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവിൻ. ഇത് ദൈവവചനത്തില് ഈ സമരായുധങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രാർത്ഥന. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടു ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വാളാണെന്ന്. ഇന്ന് നമ്മൾ കേൾക്കുന്നു പ്രാർത്ഥന ഈ ആയുധങ്ങളുടെ കൂടെ ദൈവം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണ്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും പ്രാർത്ഥനകൾ ചൊല്ലുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. പ്രാർത്ഥനകൾ ചൊല്ലുവാൻ ആർക്കും സാധിക്കും. നമുക്ക് കാണാപ്പാഠം പഠിച്ച് ഹൃദയം ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഉറക്കത്തിലും ഉറങ്ങിയിരുന്നും ഒക്കെ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ സാധിക്കും. അത് നല്ലൊരു തത്തയെ ട്രെയിൻ ചെയ്താൽ തത്തയും ചൊല്ലും. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാൻ വേണ്ടി നമുക്ക് പാവകളെ കിട്ടും. അതിന് ഒരു കീ കൊടുത്തു കഴിയുമ്പോൾ ആ പാവകൾ പാട്ടുപാടുന്നതും നൃത്തം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പാവയുടെ ഉള്ളിൽ കുറെ പ്രാർത്ഥനകൾ ടേപ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഒരു കീ കൊടുത്താൽ ആ പാവയും പ്രാർത്ഥിക്കുകയല്ല, ആ പാവയും പ്രാർത്ഥനകൾ ചൊല്ലും. അതുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുക എന്ന് പറയുന്നതും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാത്ത ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു സ്നേഹബന്ധമാണ്. ആ ദൈവവുമായിട്ട് പാപിയായ മനുഷ്യന് ഒരിക്കലും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മളുടെ പാപങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ശാപങ്ങളും എല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പകരക്കാരനായി മരിച്ച് യേശുവിൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി വിലയായി കൊടുത്തുകൊണ്ട് നമ്മളെ ഈ അന്ധകാര ശക്തികളിൽ നിന്നും മോചിപ്പിച്ച്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് നമ്മളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്ന് ഇന്ന് പിതാവായ ദൈവവുമായിട്ട് വ്യക്തിപരമായി ബന്ധപ്പെടുവാനും ആ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും തക്കവണ്ണം യേശുവാണ് നമുക്ക് ആ വഴി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പിതാവിൻ്റെ പക്കലേക്കുള്ള വഴി യേശു മാത്രമാണ്. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ,
എനിക്ക് പിതാവായ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം പുലർത്തണമെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിലായിരിക്കണം. യേശുവുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. അതാണ് പ്രാർത്ഥന. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ ഒരു മതമല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധമാണ്. ഇവിടെ ഞങ്ങൾ ഒരു മതവും പ്രസംഗിക്കുന്നില്ല, ഒരു മതസ്ഥാപകനെയും പ്രസംഗിക്കുന്നില്ല. നമ്മൾ പ്രസംഗിക്കുന്നത് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. പിതാവിൻ്റെ അടുക്കലേക്ക് സകല മനുഷ്യരെയും കൂട്ടിക്കൊണ്ടുപോയി ആ പിതാവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുവാനും ആ പിതാവിൻ്റെ സ്വരം കേട്ട് പിതാവിൻ്റെ ഹിതമനുസരിച്ച് ആ ഹിതം അറിഞ്ഞ് ആ ഹിതം അനുസരിച്ച് ജീവിക്കുവാനും അതുവഴി ആ പിതാവായ ദൈവം അബ്രാഹത്തിലൂടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി വർഷങ്ങൾ മുമ്പേ നീക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമാണ്. ഇന്ന് നമുക്ക് അബ്രാഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കാത്തതിൻ്റെ കാരണം നമ്മൾ പിതാവിൻ്റെ അടുക്കലല്ല. ഈ പിതാവിൻ്റെ അടുക്കൽ സദാസമയവും ആയിരിക്കുന്നതാണ്. അപ്പോൾ അത് പ്രാർത്ഥനയാണെങ്കിൽ, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധമാണ് പ്രാർത്ഥനയെങ്കിൽ, ഒരു സ്നേഹബന്ധത്തിൽ രണ്ട് വ്യക്തികൾ ഉൾപ്പെടുമ്പോൾ, അവിടെ രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുമ്പോൾ, അവിടെ ഒരാൾ മാത്രമല്ല സംസാരിക്കുക, രണ്ട് വ്യക്തികളും സംസാരിക്കും. രണ്ട് കൂട്ടുകാർ തമ്മിൽ ഒന്നിച്ചു കൂടി സംസാരിക്കാനായിട്ട് ഒന്നിച്ചു വരുമ്പോൾ ഒരാൾ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ മറ്റേ വ്യക്തിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? നമ്മളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത, നമ്മൾ ദൈവത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ സമയം കൊടുക്കത്തില്ല. ചെല്ലുമ്പം മുതൽ അവസാനം വരെ നമ്മൾ ഉറങ്ങിയും കുറുക്കം വലിച്ചും ഉറക്കമാണെങ്കിലും ഉണർന്നിരുന്നാലും നമ്മൾ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എവിടെ ദൈവത്തിനൊന്ന് സംസാരിക്കാൻ പറ്റും? വായാടികളല്ലേ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആ പിതാവായ ദൈവം നമ്മളോട് സംസാരിക്കും. അത് നമുക്ക് കേൾക്കാൻ സാധിക്കണം. നമ്മളും സംസാരിക്കണം, പിതാവും സംസാരിക്കും. അങ്ങനെ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് പ്രാർത്ഥന. അല്ലാതെ ഞാൻ നേരത്തെ മുൻകൂട്ടി ഒരുക്കി കടലാസിൽ എഴുതി അച്ചടിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. അത് അതിന് നമ്മുടെ ആവശ്യമില്ല. നമ്മൾ കുറെ തത്ത ട്രെയിൻ ചെയ്ത് ഇവിടെ കൊടുത്താൽ പോരെ? നമ്മുടെ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ഒരു അഭിമുഖ സംഭാഷണം. യേശു ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിക്ക് മറ്റതൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതാ. ആ പ്രാർത്ഥനകൾ ഒന്നും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഈ പ്രാർത്ഥനകൾ അവിടെ ചെല്ലുകയുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധമില്ലെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥന ചൊല്ലുന്നേ ഉള്ളൂ, പ്രാർത്ഥനകൾ ഉരുവിടുന്നേ ഉള്ളൂ. ഇനിയും ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥനയിൽ പല സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് പ്രാർത്ഥനയിൽ സ്തുതിപ്പുണ്ട്, പ്രൈസിങ് ദ ലോർഡ്, സ്തുതിപ്പുണ്ട്. പ്രാർത്ഥനയിൽ രണ്ടാമതായിട്ട് കൃതജ്ഞതയുണ്ട്, നന്ദി പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് പ്രാർത്ഥനയിൽ ആരാധനയുണ്ട്. നാലാമതായിട്ട് പ്രാർത്ഥനയിൽ മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് ആരാധന. എന്താണ് ആരാധന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഞാൻ പറഞ്ഞു, ആരാധന എന്നുള്ള വാക്ക് ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നും വരുന്നതാ. ആ വാക്കിൻ്റെ അർത്ഥം ചുംബിക്കുക എന്ന. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ ചുംബിക്കുന്നതിന് തുല്യമാണ്. എപ്പോഴാണ് ഒരു ചുംബനം കൊടുക്കുക? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധത്തിന്റെ ഫലമാണ്. അതാണ് ആരാധന. അപ്പം ഞാൻ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ദൈവവുമായിട്ട് അത്രമാത്രം ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ആരാധന, ആ ആഴമേറിയ ഒരു സ്നേഹബന്ധം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ നിശബ്ദതയായിരിക്കും. ഹല്ലേലൂയ. നിശബ്ദമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ കേട്ടുകൊള്ളുക. നിശബ്ദമായി പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം സ്വരം വെച്ചേ മതിയാവൂ. ഞാനതാ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടം സ്വരം വെക്കരുത്. പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ നിമിഷം ആരാധനയാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ ചുംബിക്കുന്നതിന് തുല്യമാണ്.